ഗൈസ്, എല്ലാവർക്കും ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലച്ചു 10,000 രൂപ, നമ്മുടെ MG ശ്രീകുമാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 10,000 രൂപ അല്ലേ, ആ 10,000 രൂപ നമ്മുടെ കേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ കുറച്ച് ദിവസത്തേക്ക് പോകുക, നീ ഇവിടുത്തെ ചെലവുകളെല്ലാം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, എടാ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്, ഞാൻ വരുമ്പോൾ കണക്കൊക്കെ ഞാൻ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേശു പറയുന്നുണ്ട്, ചേച്ചി ധൈര്യമായിട്ട് വയ്ക്കോ, ഒന്നും ഞാൻ അനാവശ്യമായിട്ട് മേടിക്കില്ല ചേച്ചി, ഞാൻ പക്കയായിട്ട് ഈ കുടുംബം നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം നേരെ നമ്മുടെ കേശു 10,000 രൂപയും കൊണ്ട് അടുക്കളയിൽ ചെല്ലുവാട്ടോ. അപ്പം നമ്മുടെ ഭവാനിയും ഒരു നീണ്ട ലിസ്റ്റ്, 2 കിലോ ഉഴുന്ന്, ഇത്ര കിലോ അരി, 4 കിലോ ചെറുപഴം. അപ്പം നമ്മുടെ കേശു ഇതെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോഴുണ്ടല്ലോ 12,000 രൂപ ആ പലചരക്ക് സാധനങ്ങൾക്ക് മാത്രം വരുന്നുണ്ട്. അപ്പം നമ്മുടെ കേശു പറയുന്നുണ്ട്, ആകെ 10,000 രൂപയും തന്നിട്ടുണ്ട്, ഇത്രയും രൂപയുടെ സാധനങ്ങളോ, ഇത് ഞാൻ എങ്ങനെ ഈ കുടുംബം പുലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേശു ആ കടയിലൊക്കെ പോയി ചാക്കിൽ സാധനങ്ങളൊക്കെ ഇട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം കേശുവിൻ്റെ ഈ കണക്ക് കൂട്ടിമുട്ടിക്കാനുള്ള പടാപ്പാടൊക്കെ കണ്ടിട്ട് നമ്മുടെ ശിവാനിയും നമ്മുടെ ഗൗരിയമ്മായിയും എല്ലാവരും ഭയങ്കരമായിട്ടിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തായിരിക്കും നമ്മുടെ ആ ഒരു പാറമട വീടിൻ്റെ അവസ്ഥ അല്ലേ? കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കേശുവാണ് ഗൃഹനാഥൻ അല്ലേ കൂട്ടുകാരെ? കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.